നമസ്കാരം. ഓഫ് റെക്കോർഡിലേക്ക് സ്വാഗതം. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് തീപിടിച്ച വില ആയിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ പെട്രോളിന്റെ വില ലിറ്ററിന് 100 രൂപ കടക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെയാണ് ജനങ്ങളുടെ രോഷം ഇപ്പോൾ നുരഞ്ഞു പൊന്തുന്നത്. പലരും നരേന്ദ്രമോദി സർക്കാർ ഇത് ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇങ്ങനെ കൂട്ടുന്നത് എന്ന് വരെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. എന്താണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം എന്താണ്? നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കണം. ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്നാണല്ലോ നമ്മുടെ രാജ്യം പെട്രോൾ വാങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്ത് ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 80% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. സ്വാഭാവികമായും അന്താരാഷ്ട്ര വിപണിയാണ് നമ്മളുടെ ആഭ്യന്തര വിപണിയെയും ബാധിക്കുന്നത് എന്ന് ചുരുക്കം. അതായത് ഇന്നത്തെ ദിവസത്തെ അനുസരിച്ച്, അതായത് ഞാൻ ഈ സംസാരിക്കുന്ന 2021 ജൂൺ 14 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില $72.72 ആണ്. അപ്പോൾ ഏകദേശം $73 ഒരു ബാരൽ പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ വില. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ്, അതായത് $1 ഇന്ന് എത്ര രൂപയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് 73 രൂപ 11 പൈസയുണ്ട്. അപ്പോൾ ഏകദേശം 73 രൂപ എന്ന് നമുക്ക് ശരാശരി കൂട്ടാം. 73 രൂപയാണ് $1 വിലയും. അങ്ങനെ വരുമ്പോൾ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യൻ വിപണിയിൽ എത്തുമ്പോൾ 5316 രൂപ 55 പൈസയാകും. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ 159 ലിറ്ററാണ്. അതായത് ഒരു ലിറ്റർ ക്രൂഡ് ഓയിലിന് ഇന്ത്യയിൽ എത്തുമ്പോഴുള്ള വില 33.43, അതായത് 33 രൂപയാകും ഒരു ലിറ്റർ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ എത്തുമ്പോഴത്തെ വില. ഇന്നത്തെ പെട്രോളിന്റെ വില ഏകദേശം 98 രൂപയായി, 97.83 ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ലിറ്റർ ക്രൂഡ് ഓയിലിന്റെ വില 33 രൂപയാകും. ഇതിന്റെ റിഫൈനറിയുടെ ചാർജും, ഇതിന്റെ അതായത് റിഫൈനറി പ്രോസസ്സ്, റിഫൈനറിയുടെ മാർജിന്, ഫ്രൈറ്റ്, അതായത് ചരക്ക് കൂലി, കടത്തുകൂലി, അതിന്റെ ലോജിസ്റ്റിക്സ് എല്ലാം കൂടെ ഏകദേശം 3.25 രൂപ ചിലവാകും. ലിറ്ററിന്റെ വിലയാണ് പറയുന്നത്. അപ്പോൾ ഒരു ലിറ്റർ പെട്രോളിയത്തിന്റെ വില എന്ന് പറയുമ്പോൾ 37 രൂപ ആകും. ഇവിടെ വരുമ്പോൾ 37 രൂപയാകും, അതായത് ഫ്രൈറ്റ് ചാർജ് ഉൾപ്പെടെയല്ല. ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഏർപ്പെടുത്തുന്ന നികുതിയുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന സാധനമായതുകൊണ്ട് അതിൽ നികുതിയുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, റോഡ് സെസ് എല്ലാം കൂടെ 32 രൂപ 90 പൈസ കേന്ദ്ര സർക്കാർ ചുമത്തുന്നുണ്ട്. ഇനി പെട്രോൾ പമ്പുകാർക്ക് 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ അവർക്ക് 3.25 രൂപ, ഏകദേശം 3 രൂപ 80 പൈസയോളം കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ 73.25 രൂപയാണ് പെട്രോളിയത്തിന്റെ 1 ലിറ്ററിന്റെ വിലയായി വരിക. ഇതുകൂടാതെയാണ് കേരള സംസ്ഥാനം 30% വാറ്റാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നേർ ഏർപ്പെടുത്തുന്നത്. അതായത് കൈ നനയാതെ നമ്മൾ മീൻ പിടിക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാരാണ് ഇറക്കുമതി ചെയ്യുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതെല്ലാം കേന്ദ്ര ഡ്യൂട്ടിയാണ്, അത് ഏത് സർക്കാർ ഭരിച്ചാലും. അപ്പോൾ അവർ മുടക്കിയ പൈസയുടെ മേളിലാണ് ഈ എക്സൈസ് ഡ്യൂട്ടിയൊക്കെ ചെലവാക്കുന്നത് എങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒന്നുമില്ല. അതായത് പെട്രോളിയം കമ്പനികൾ കേരളത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നതിന് അവർക്കൊരു ടാക്സ് കൊടുക്കണം. അത് 30%. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്ന വാറ്റ് ഈടാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം കേരളമാണ്. ഏറ്റവും കൂടുതൽ ഈടാക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ 36% ഈടാക്കുമ്പോൾ കേരളം 30% ഈടാക്കുന്നുണ്ട്. അത് ഏകദേശം 23 രൂപ പെട്രോളിയത്തിന് അഡീഷണലായി നികുതി കേരളത്തിൽ വരുമ്പോൾ കൊടുക്കണം. അങ്ങനെയാണ് ഇന്നത്തെ വിലയായ 97 രൂപ 83 പൈസയായിട്ട് മാറുന്നത്. ഇതിനകത്തൊരു കാര്യം കൂടെ പറയാം. കേന്ദ്രം നികത്തുന്ന സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഞാൻ പറഞ്ഞു ഏകദേശം 32 രൂപയോളം കേന്ദ്ര സർക്കാർ അതിൽ ചുമത്തുന്നുണ്ട്. ആ 32 രൂപയുടെ 42%, 42% സംസ്ഥാനങ്ങൾക്ക് തിരികെ വിതരണം ചെയ്യുന്നുമുണ്ട്. അത് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യയൊക്കെ അനുസരിച്ചാണ് അവർക്ക് അത് തിരികെ കൊടുക്കുന്നത്. അവിടെ നിൽക്കട്ടെ, അപ്പോഴും സംസ്ഥാനത്തിലേക്ക് വീണ്ടും പണം ഇതിന്റെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സത്യം. അപ്പോൾ 30% സംസ്ഥാന സർക്കാർ ഇതിന്മേൽ ഈടാക്കുകയാണ്. 1. 2, ക്രൂഡ് ഓയിൽ ഉണ്ടായ വിലവർധന 2020 ജൂണിൽ, അതായത് കൃത്യം 1 വർഷം മുമ്പ് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $40 വിലയുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് അത് $73 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഏകദേശം ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട് ബാരലിന്റെ വില. അപ്പം അതാണ് ആ കാര്യത്തിൽ ഉള്ള വിലവർധനയുടെ ഒരു കാര്യം. എന്താണ് ഇതിനൊരു പരിഹാരം? എല്ലാവരും പറയുന്നുണ്ട് പെട്രോളിയത്തിന്റെ വില കുറയ്ക്കണം. എന്താണ് പരിഹാരം?
പെട്രോളിയത്തിന്റെ വില കുറയ്ക്കാൻ നാം അടിയന്തരമായി ചെയ്യേണ്ടത് എല്ലാ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ പലരും ആവശ്യപ്പെടുന്നത് പോലെ ഇത് GST ഉൾപ്പെടുത്തണം. GST ഉൾപ്പെടുത്തിയാൽ ഗുണമെന്താ? GST ഈടാക്കാവുന്ന പരമാവധി നികുതി എന്നുള്ളത് 28%. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന 38 രൂപയുടെ കൂടെ 28% കൂടെ കൂടുകയുള്ളൂ. അപ്പോൾ ഏകദേശം 50 രൂപയ്ക്ക് താഴെ നമുക്ക് പെട്രോൾ കിട്ടാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് GST ഉൾപ്പെടുത്തുക എന്നതാണ് അടിയന്തരമായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ചെയ്യാവുന്ന കാര്യം. അപ്പോൾ സ്വാഭാവികമായി അടുത്ത ചോദ്യം വരും, എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ GST ഇതിനെ ഉൾപ്പെടുത്താത്തത്? GST ഉൾപ്പെടുത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. അത് കേന്ദ്ര സർക്കാരിന് യാതൊരു റോളുമില്ല. GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? 33 അംഗങ്ങളാണ് GST കൗൺസിലിൽ ഉള്ളത്. അതിൽ 28 സംസ്ഥാനങ്ങളുണ്ട്, 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്, 2 കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളുണ്ട്. അങ്ങനെയാണ് 33 അംഗങ്ങൾ വരുന്നത്. 28 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളായപ്പോൾ 31. വെറും 2 പേരാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി GST കൗൺസിലിലുള്ളത്. GST കൗൺസിലിന്റെ നിയമം അനുസരിച്ച് GST കൗൺസിൽ ഒരു മാറ്റം വരുത്താൻ, GST നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ആ കൗൺസിലിൽ അംഗീകരിക്കുന്ന നിയമം അല്ലെങ്കിൽ പാസ്സാക്കപ്പെടുന്ന നിയമം 4/3 ഭൂരിപക്ഷം വേണം. 4/3 ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ GST കൗൺസിലിന് നിയമത്തിൽ ഇളവ് വരുത്താനോ കൂട്ടാനോ കുറയ്ക്കാനോ എന്ത് മാറ്റം വരുത്തണമെങ്കിൽ 4/3 അംഗങ്ങളുടെ പിന്തുണ വേണം. ഈ 4/3 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ്? സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾ തന്നെയാണ്. ഇനിയും വോട്ടിങ്ങിന് ഒരു പ്രത്യേകത കൂടെ, അത് പറയാതെ പോകരുത്. അപ്പം 4/3 വോട്ട് ഉണ്ടെങ്കിൽ, 3/4 വോട്ട് ഉണ്ടെങ്കിൽ മാത്രം 4 പേര് വോട്ട് ചെയ്താൽ 3 പേര് അനുകൂലിക്കണം, നമുക്കറിയാം. പക്ഷേ അതിൽ 3/1 വോട്ട് കേന്ദ്ര സർക്കാരിന് നേരിട്ട് ചെയ്യാം. അതായത് കേന്ദ്ര സർക്കാർ ഒരു വോട്ട് ചെയ്താൽ അന്ന് പ്രസന്റ് ആയിരിക്കുന്ന, സപ്പോസ് 30 പേര് പങ്കെടുത്ത യോഗമാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ 10 എണ്ണമായിട്ട് കൂട്ടും. അതായത് 3/1 വോട്ടാണ്, 10 പേരുടെയായി. പിന്നെ 20 പേരുണ്ട്. അവിടെയാണ് ബാക്കി ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളത്. അങ്ങനെ പറയുമ്പോൾ BJPയോ BJPയുടെ സഖ്യകക്ഷികളോ രാജ്യത്താകെ 18 സംസ്ഥാനങ്ങൾ മാത്രമേ ഭരിക്കുന്നുള്ളൂ. അപ്പോൾ സഖ്യകക്ഷികളെ വിടൂ, അവരുടെ അഭിപ്രായം BJPയുമായി കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. പല കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് പലപ്പോഴും സഖ്യത്തിലൊക്കെ ഏർപ്പെടുക. അത് പോയിക്കോട്ടെ. ഇനി BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നതോ? ആകെ 8 സംസ്ഥാനങ്ങളാണ് BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നത്. അപ്പോൾ BJP പക്ഷേ വളരെ കൃത്യമായി ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു, BJP ആവശ്യപ്പെടുന്നു, പെട്രോളിയത്തെ GST ഉൾപ്പെടുത്തണം. എന്തുകൊണ്ടാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അതിന് പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കണം. ഇവിടെയാണ് പെട്രോളിയം വിലയുടെ കള്ളക്കളി ജനങ്ങൾ അറിയേണ്ടത്. കാരണം കൈ നനയാതെ നമുക്ക് 30% ടാക്സ് ആണ് കിട്ടുന്നത്. കേന്ദ്ര സർക്കാർ വില കൂടി എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം. ഈ കേന്ദ്ര സർക്കാരിന്റെ ടാക്സ് എന്നുള്ളത് ഓരോ 32%, നമ്മൾ പറഞ്ഞില്ലേ 32 രൂപയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെത് പെർസെൻറ്റേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പെട്രോളിയത്തിന്റെ എത്ര വില കൂട്ടിയാലും കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന 32 രൂപ എന്നത് ഫിക്സഡും, സംസ്ഥാന സർക്കാരിന് വില കൂടുന്നതനുസരിച്ച് പെർസെൻറ്റേജ് ആയതുകൊണ്ട് 2 രൂപയായാൽ 2 രൂപയുടെ 30% കിട്ടും, 3 രൂപയായാൽ 3 രൂപയുടെ 30% കിട്ടും. അപ്പോൾ പെർസെൻറ്റേജിന്റെ കള്ളക്കളി അവിടെയുമുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുകയും ചെയ്യും. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ ജനവികാരം ഇളക്കി വിടാനും പറ്റും. ഇതാണ് പെട്രോളിയം വില നിർണയത്തിന്റെ യാഥാർത്ഥ്യം. ഇതുകൊണ്ടാണ് സംസ്ഥാന ധനമന്ത്രിമാരായ തോമസ് ഐസക് ആയാലും ഇപ്പോഴത്തെ KN ബാലഗോപാലായാലും പറയുന്നത് ഞങ്ങൾ അതിന് എതിരാണ്. എന്തുകൊണ്ടാണ് എതിര് നിൽക്കുന്നത്? ജനങ്ങളുടെ നന്മയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയത് മുഖാന്തരം ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു എങ്കിൽ ആ ദുരിതം കുറച്ചു കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തിനില്ലേ? സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ പറയണ്ടേ, ഞങ്ങളുടെ ടാക്സിൽ ഇതാ ഞങ്ങൾ കുറവ് വരുത്താം, അതല്ല എങ്കിൽ ഞങ്ങൾക്ക് വരുന്ന ടാക്സിൽ വാറ്റിൽ കുറവ് വരുത്താം, അതല്ല എങ്കിൽ GST ഉൾപ്പെടുത്താം. എന്തുകൊണ്ടാണ് സംസ്ഥാനം അത് പറയാത്തത്? അപ്പോ അവിടെയാണ് നമ്മൾ പറയാറില്ലേ, കൂടുണ്ണുകയും ഉരുളയുണ്ണുകയും ചെയ്യുക എന്ന നയമാണ് സംസ്ഥാന സർക്കാർ പുലർത്തിക്കൊണ്ടുപോരുന്നത്. കേന്ദ്രത്തിന്റെ ചെലവിൽ കേന്ദ്ര സർക്കാരിനെതിരെ ജനരോഷം തിരിച്ചുവിട്ടുകൊണ്ട് അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ് നേടുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പം അതുകൊണ്ട് പെട്രോളിയത്തിന്റെ വില കുറയ്ക്കണം എന്നുള്ളത് ഏതൊരു സാധാരണക്കാരൻ്റെയും ആഗ്രഹവും ആവശ്യവുമാണ്. കാര്യം നമ്മളുടെയൊക്കെ പോക്കറ്റിൽ നിന്നും പണം പോകുന്ന കാര്യമാണ് ഇത്. അത് കുറവ് വരിക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആവശ്യം. ഞാനും ഇതേ ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ അതിന് ചെയ്യാൻ പറ്റുന്നത് GST കൗൺസിലിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം. GST കൗൺസിൽ കൂടുമ്പോൾ ഇപ്പൊ 33 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 24 പേര് പിന്തുണയ്ക്കണം. 24 പേര് 10 വോട്ട് കേന്ദ്ര സർക്കാരിന്റെ ഉണ്ട്, 10, 8, 18 എന്നാലും കേന്ദ്രവും BJPയും വിചാരിച്ചാൽ കിട്ടുകയുള്ളൂ. എന്നാലും 6 പേർ എക്സസ് അവിടെ നിൽക്കുകയാണ്.
അപ്പോൾ സ്വാഭാവികമായും GST കൗൺസിൽ ഇത് പാസ്സാക്കണമെങ്കിൽ 24 പേരുടെ പിന്തുണ വേണം. ആ 24 പേരുടെ പിന്തുണ ഇന്ന് BJPക്ക് ഇല്ല. അതുകൊണ്ട് ഇന്ന് കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ ഈ കാര്യങ്ങൾ നടപ്പാകില്ല. അതിന് സംസ്ഥാനങ്ങളുടെ സമവായം വേണം. കേരളം അടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് പെട്രോളിയത്തിൻ്റെ വില രാജ്യത്ത് കുറയാത്തത്. ഇതാണ് യാഥാർത്ഥ്യം. നമസ്കാരം.